റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ തുടക്കത്തിൽ ഞാൻ പറയാം, നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക. എന്താണ് കാരണം എന്ന് വെച്ചാൽ, നമ്മളിതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കോൺഫിഡൻസ് പോകും, നിങ്ങൾ അതിൻ്റെ പിറകെ നടക്കുന്ന അവസ്ഥ വരും, നിങ്ങളുടെ ടൈം പോകും, മേ ബി നമ്മുടെ കാൻഡിഡേച്ചർ തന്നെ റിജക്റ്റ് ആവുന്ന അവസ്ഥ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് നമുക്ക് കൊറോണ കാരണം ഒരു കുറച്ച് ഏജ് റിലാക്സേഷൻ കിട്ടിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറയും. പിന്നെ നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് നിശ്ചിത വെയിറ്റേജ് ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ അപ്രൻറ്റീഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് 20% മാറ്റി വെച്ചിട്ടുണ്ട്, അതെങ്ങനെയാണ് റെയിൽവേ കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശദമാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിലുള്ള സാലറി, ഇതിലെ എന്താണ് നമ്മുടെ മെഡിക്കൽ, അതായത് നമുക്ക് മെഡിക്കൽ റിക്വയർമെൻറ്റ് എന്താണ് നമ്മുടെ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് വേണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്ന A to Z കാര്യങ്ങൾ, അതായത് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വളരെ റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കാണുക എന്നുള്ളതാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ അപേക്ഷകളാണ്, നമുക്കൊക്കെ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടി പെട്ടെന്ന് തന്നെ അപേക്ഷ കൊടുത്ത് നമ്മൾ പഠിക്കാൻ തുടങ്ങും. അങ്ങനെ പകുതിയൊക്കെ ആകുന്ന സമയത്താണ് നമ്മൾ തന്നെ റിയലൈസ് ചെയ്യുന്നത് നമ്മുടെ അപേക്ഷ എവിടെയോ കൊടുത്തത് എന്തോ മാറിപ്പോയി, സ്പെല്ലിംഗ് മാറിപ്പോയി, ഇനിഷ്യൽ മാറിപ്പോയി എന്നൊക്കെയുള്ള ചിന്ത വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം എത്ര മണിക്കൂർ ഉണ്ടാവും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, മാക്സിമം നിങ്ങൾ ഇരുന്ന് കാണുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ജസ്റ്റ് 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ ITO അല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പോ ഉണ്ട്, നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ലെവൽ 1 പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങളോട് കാണുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. 8/2024. അപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ നമുക്ക് ഈ പറയുന്ന 2024 മുതലാണ് ഇപ്പം റെയിൽവേ രണ്ടാമത് ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വിളിച്ച് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ഇതിൻ്റെ റൊട്ടേഷൻ അടുത്തത് നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. ടെക്നീഷ്യൻ മുതൽ വിവിധ പോസ്റ്റുകൾ ഇനിയും വിളിക്കും. ഈ 2025 ഓൺവേർഡ്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മിഡിലായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇനിയും വിളിക്കാനാണ് സാധ്യത. അത് വിളിക്കുന്നുള്ളത് ഓൾറെഡി റെയിൽവേ അതിൻ്റെ നോട്ടീസൊക്കെ പബ്ലിഷ് ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട്, നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, അതോടെ നിങ്ങൾക്കും പെട്ടെന്നുള്ള എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യം നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം 1200 മുകളിൽ വീഡിയോസ് ഞാൻ ചെയ്തു. നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് 88.4K ആണ്. നിങ്ങൾ നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 1 ലേക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലേക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലെവൽ 1 പോസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഈ ഗ്രൂപ്പ് D എന്ന് പറയുന്നത് ലെവൽ 1 പോസ്റ്റ് തന്നെ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ആ ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്തിരുന്നത് December 28 വന്നിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ January 22, അതായത് ഇന്നലെയാണ് വന്നത്. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്ന മുതൽ January 23 മുതൽ നിങ്ങൾക്ക് February 22 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ് February 22 ആണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപേക്ഷാ ഫീസ് നിങ്ങൾക്ക് 24/2 വരെ നിങ്ങൾക്ക് 2 ദിവസം പാടെ എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. അതായത് 22ൻ്റെ ഉള്ളിൽ നിങ്ങൾ അപേക്ഷ കംപ്ലീറ്റ് ചെയ്താൽ ഈ ഫീ അടയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ 24/2 ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫീ അടയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ പാടെ അവിടെ ഉണ്ട്. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാനുള്ള, അത് മോഡിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ റെയിൽവേ തരുന്നുണ്ട്. അതിൻ്റെ ഡേറ്റാണ് ഇവിടെ 25/2, February 25ൻ്റെയും നിങ്ങൾക്ക് March 6ൻ്റെയും ഇടയിൽ ഈ പറയുന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന 10 ദിവസം നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, ഈ പറയുന്ന ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരുത്താം. പക്ഷേ എന്താണ് നമുക്ക് തിരുത്താൻ പറ്റാത്തതെന്ന് പ്രത്യേകമായിട്ട് ഇവിടെ കണ്ടോ, പ്ലീസ് നോട്ട് എന്നവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഡീറ്റെയിൽസ് ഫില്ലഡ് ഇൻ ക്രിയേറ്റ് ആൻ അക്കൗണ്ട്, അതായത് നമ്മൾ RRBയുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന മെയിൽ ID, മൊബൈൽ നമ്പർ തുടങ്ങിയിട്ടുള്ള നമ്മുടെ പേര്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ആ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ RRBയുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതെവിടെ വന്നിട്ട് ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, ഫാദറിൻ്റെ പേര്, മെയിൽ ID, ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരുത്താൻ പറ്റില്ല. ഓക്കെ, ബാക്കി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരുത്താം. പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന റെയിൽവേ നമുക്ക് തിരുത്താൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മളെന്താണ് ഇപ്പം ലോഗിൻ ചെയ്ത് നമ്മൾ ചൂസ് ചെയ്യും, ഒരു RRB ചൂസ് ചെയ്യും. ഇപ്പോൾ ചെന്നൈ ആണെന്ന് വിചാരിക്കുക, ചെന്നൈയിലേക്കാണ് ഞാൻ അപ്ലൈ ചെയ്യുക.
ചെന്നൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെന്നൈ മാറ്റാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന റെയിൽവേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒരിക്കലും മാറ്റം വരുത്താൻ പറ്റില്ല. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഡേറ്റിൽ 25/2/6/3 മുതൽ 6/3/2025 വരെയുള്ള ഡേറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് റെയിൽവേ തരുന്നതാണ്. ഓക്കെ, ഇനി ഇതിലേക്കുള്ള ടോട്ടൽ വേക്കൻസിയാണ് നിലവിൽ 32,438 വേക്കൻസിയാണ്. ഇപ്പോൾ ടെക്നീഷ്യൻ ആണെങ്കിലും ALP ഒക്കെ ആണെങ്കിലും നിലവിൽ വിളിച്ച സമയത്തുള്ള വേക്കൻസി അല്ല, പിന്നീട് അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ 2 times ഒക്കെ മുകളിലായിട്ട്, അതായത് നല്ല ഒരു, ഇപ്പം ഫോർ എക്സാമ്പിൾ 18,000 വേക്കൻസി എന്നെങ്കിൽ ഒരു 40,000 വേക്കൻസിൻ്റെ അടുത്തൊക്കെ പിന്നീട് അത് മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഓർമ്മയിൽ നിർത്തിയിട്ടാണ് പറയുന്നത് കേട്ടോ. നല്ല രീതിയിൽ വേക്കൻസി ഇൻക്രീസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഇനീഷ്യൽ പേയ്മെൻ്റ് ആണ് ഇവിടെ 18,000 ഉണ്ടായിരിക്കുക. പിന്നെ ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ കൂടെ. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഞാൻ പറയാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഏജ് ലിമിറ്റ് കാണാം. ഈ പറയുന്ന 1/1/2025 നിങ്ങൾക്ക് 18 to 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. കാരണം നിങ്ങളുടെ കൂട്ടുകാർ ആരുടെ മാക്സിമം അവരിലേക്ക് ഷെയർ ചെയ്യട്ടോ. 18 to 36 സാധാരണ മുൻപത്തെ വർഷം അല്ലെങ്കിൽ 2019 വിളിച്ച സമയത്ത് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 33. അപ്പോൾ നമുക്ക് ഈ ഇവിടെ ഇങ്ങനെ 36 എന്നുള്ളതിന് എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. കൊറോണ അല്ലെങ്കിൽ COVID-19 പാൻഡമിക് കാരണം 3 വർഷം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ റെയിൽവേയുടെ റിക്രൂട്ട്മെൻ്റ് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ആ 3 വർഷം ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് ആ സമയത്തുള്ള ഉദ്യോഗാർത്ഥികൾക്കും പാടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന 18 to 36 എന്നുള്ള ലെവലിലേക്ക് എന്ത് ചെയ്ത് 3 വർഷത്തെ പാടെ പ്ലസ് ചെയ്തിട്ട് ജനറൽ കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന 36 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി OBC NCL ആണെങ്കിൽ 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 41 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. PWD അതുപോലെ എക്സ് സർവീസ്മാൻ, പിന്നെ അപ്രൻറ്റീഷിപ്പ് റെയിൽവേയിൽ അപ്രൻറ്റീഷിപ്പ് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങൾ എക്സ്ട്രാ അതിൻ്റെ കൂടെ ഉണ്ടാകും. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൊറോണൻ്റെത് അടക്കം നമുക്കിപ്പം 18 to 36 ലാസ്റ്റ് ഏജ് ലിമിറ്റ്. അതായത് ഈ പറയുന്ന മാക്സിമം ഏജ് ലിമിറ്റ് 1/1/2025 ഏജ് കണക്കാക്കുന്നത്. പ്ലസ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി വൈസ് ആയുള്ള രീതിയിലുള്ള ഏജ് റിലാക്സേഷൻ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇതിൻ്റെ വേക്കൻസി ക്വാളിഫിക്കേഷനിലേക്ക് നമുക്ക് വരാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കിവിടെ കാണാം, പോസ്റ്റ് പാരാമീറ്റേഴ്സ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് കാണാം, അസിസ്റ്റൻറ്റ്. ഓക്കെ, ദെൻ അസിസ്റ്റൻറ്റിൽ തന്നെ നിങ്ങൾക്ക് SNT വരുന്നുണ്ട്, അതുപോലെ വർക്ക്ഷോപ്പ്, അതുപോലെ തന്നെ ബ്രിഡ്ജ്, അങ്ങനെ ഒരു പല കാറ്റഗറിയിലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ പറയുന്ന ട്രാക്ക് ബാൻ പോലെയുള്ള പല ക്ലീനിങ് വർക്ക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇവിടെ കാണാൻ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ്, ലൈറ്റ് ആൻഡ് AC, ഇതൊക്കെ നിങ്ങൾക്ക് ഓരോന്നും വിവിധ മേഖലയിലാണ്. ഡിപ്പാർട്ട്മെൻറ്റ് കാണാം, ഇലക്ട്രിക്കൽ ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, ട്രാഫിക് ഉണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, മെക്കാനിക്കൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ SNT ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കിവിടെ കാണാം, 10th പാസ് ഓർ അതല്ലെങ്കിൽ ITI, ഇനി അതല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ, അതല്ലെങ്കിൽ നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന NAC ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം, ITIൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ജസ്റ്റ് 10th ക്ലാസ്സോ അല്ലെങ്കിൽ ITIയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് NACയോ ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ റെയിൽവേയിൽ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തവർക്ക് ഞാൻ പറഞ്ഞു റിസർവേഷൻ ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതും അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണാം ബാക്കി വരുന്ന പോസ്റ്റുകൾ. അങ്ങനെ 14 കാറ്റഗറിയാണ് കേട്ടോ. ഇവിടെ കാണാം, ഇവിടെ കാറ്റഗറി നമ്പർ 1 മുതൽ നിങ്ങൾക്കിവിടെ ടോട്ടൽ 14 കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും 10th ക്ലാസ് തന്നെ, നേരത്തെ പറഞ്ഞ പോലെ 10th ക്ലാസ് അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഇതിലേതെങ്കിലും ഒന്നാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ 10th ക്ലാസ് കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ചുരുക്കി പറഞ്ഞാൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ എക്സ്പീരിയൻസോ മറ്റ് കാര്യങ്ങളോ ഒന്നും വേണ്ട. ITയുടെ ആവശ്യമില്ല, അപ്രൻറ്റീസ്ഷിപ്പിൻ്റെ ആവശ്യമില്ല. ഇനി അപ്രൻറ്റീസ്ഷിപ്പ് ഉണ്ടെങ്കിൽ അപ്രൻറ്റീസ്ഷിപ്പ് വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ. ഇനി ITI ഉണ്ടെങ്കിൽ ITI വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്വാളിഫിക്കേഷൻ വേണമെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഏതാണോ ഏറ്റവും ഉയർന്ന ക്വാളിഫിക്കേഷൻ വെച്ചാൽ അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് 10th ക്ലാസ്സും ITIയും കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ 10th ക്ലാസ്സും ITIയും നിങ്ങൾ എന്ത് ചെയ്യാം, അപേക്ഷ നൽകുന്ന സമയത്ത് കൊടുക്കണം. 10th ക്ലാസ് മാത്രമാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ 10th ക്ലാസ് വെച്ച് കൊടുക്കാം നിങ്ങൾ. ഇനി NAC മാത്രമാണെങ്കിൽ NAC വെച്ച് കൊടുക്കാം. 10th ക്ലാസ് NAC ആണെങ്കിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് 10th ക്ലാസ് പാസ്സായവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് ഞാനിതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഇപ്പം വിളിച്ചിരിക്കുന്നത്. റെയിൽവേയിൽ ജസ്റ്റ് 10th ക്ലാസ് മതി. നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ട് മാക്സിമം അവരിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. കാരണം നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട, എന്നിട്ട് പഠിക്കാനൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ കമ്പൈൻ സ്റ്റഡിയൊക്കെ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഇനി ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇവിടെ കാണാം നിങ്ങൾക്ക്. C1, B1, C1. ചില എൻജിനീയറിങ്ങിൽ ട്രാക്ക് മെഷീനിലൊക്കെ വരുമ്പോൾ അതും കൂടെ കാണാൻ പറ്റും. A3 വന്നിട്ടുണ്ട്, അതുപോലെ ട്രാഫിക്കിൽ A2 വന്നിട്ടുണ്ട്. ചിലതിൽ നമുക്ക് ഇലക്ട്രിക്കലിൽ C1 മതി, B1 മതി. അപ്പോൾ ഇത് ഓരോന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത്. ഇവിടെ കണ്ടോ C1, B1. ഓക്കെ, അധികം C1 B1 തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കണ്ണട ഉപയോഗിക്കുന്നവർക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ വറിയിടാൻ ആവശ്യമില്ല. അതിൻ്റെ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞുതരാം, വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് പറയാം. ഇനി നമ്മൾ പേജ് വൈസ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ഒന്ന് പറഞ്ഞു പോരുകയാണ്, കാരണം നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോകും. അതുകൊണ്ട് നമ്മൾ പേജ് വൈസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അപ്പം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറും കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ആ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് കേട്ടോ. 10 മണിയുടെ 5 മണിയുടെ ഇടയിലായിട്ട് വർക്കിംഗ് ഡേയിൽ. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് പറയുന്നത്. മെഡിക്കൽ സ്റ്റാൻഡേർഡും കൂടെ കാണാൻ പറ്റും. അപ്പോൾ അധികവും B1, C1, C2 ഇതൊക്കെയാണ് വരുന്നത്. ഇവിടെ കാണാം. ഇപ്പോൾ C2 ആണെങ്കിൽ ഡിസ്റ്റൻറ്റ് വിഷൻ 6/12 ആണ്. ഓക്കെ, അതിൽ തന്നെ 6/12 നില്ലും ആണ്, വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്താണ് ഈ പറയുന്ന ഒരു കണ്ണിന് ജസ്റ്റ് എന്താണ് 6/12 മതി എന്നുള്ളതാണ്. മറ്റേത് എന്താണ് ബ്ലൈൻഡ് ആണെങ്കിലും നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു കണ്ണ് മതി ഇതിന്. ഓക്കെ, ഒരു കണ്ണിന് 6/12 മതി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് വിത്തൗട്ട് ഗ്ലാസും വിത്ത് ഗ്ലാസ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വിഷൻ ഉണ്ടായാൽ മതി, ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ സ്വയം തീരുമാനിക്കരുത്. നിങ്ങൾ എവിടെ പോകണം, ഏതെങ്കിലും ഒരു ഐ ക്ലിനിക്ക് പോയിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ വിഷൻ നോക്കുക. ഓക്കെ, എന്നിട്ട് അതിന് ഉറപ്പ് വരുത്തുക നിങ്ങൾക്ക് എത്ര ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇനി C1 ആണെങ്കിൽ എനിക്ക് കൂടെ കാണാം 6/12 ഒരു കണ്ണ്, 6/18 മറ്റൊന്നാണ് വരുന്നത്. അതും വിത്തൗട്ട് ഗ്ലാസ് ആണ്, എന്തായാലും പ്രശ്നമില്ല. നിയർ വിഷൻ്റെ ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് B2 ആണ്, 6/9 6/12 ആണ്. ഓക്കെ, അത് വിത്തൗട്ട് ഗ്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾ ഗ്ലാസ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പവർ പ്രശ്നമുള്ളവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അധികം പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന A3 അതുപോലെ തന്നെ A2 ഒക്കെ ആണ് ഭയങ്കര പ്രശ്നം, നമുക്ക് ഭയങ്കര വിഷൻ വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ എന്താണ് നമുക്ക് കുറഞ്ഞ കാഴ്ച മതി ഈ പറയുന്ന ഈ സ്റ്റാൻഡേർഡ് C1, C2, B2 ഒക്കെ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായുള്ള രീതിയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോരുത്തരും അതിനനുസരിച്ചിട്ട് നോക്കണം. അത് നിങ്ങൾ ഏതെങ്കിലും ഐ ക്ലിനിക്ക് പോയിട്ട് നിങ്ങൾ നോക്കുക, ഇതിൽ ഏത് കാറ്റഗറിയാണ് നിങ്ങൾക്ക് വരുന്നത്, നിങ്ങൾ ഏത് കാറ്റഗറിയാണ് വരുന്നതെന്ന് അറിയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഇല്ലേ, ജസ്റ്റ് കാണിച്ചുതരാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞില്ല, അവിടെ കണ്ടില്ല നിങ്ങൾക്ക്. നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ അസിസ്റ്റൻറ്റ് ലൈറ്റ് ആൻഡ് AC അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ വിഷൻ കണ്ടവിടെ ഇതിൽ ജനറൽ സർവീസ് ആണെങ്കിൽ B1, പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കാണെങ്കിൽ C1 വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ അത് നോക്കുക. അത് നോക്കിയിട്ട് അങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളുടെ വിഷൻ എന്തെങ്കിലും സംശയമുള്ളവർ കേട്ടോ, സംശയമില്ലാത്തവർ അതിൻ്റെ വയത്താലെ പോകണമെന്നില്ല. സംശയമുള്ളവർ എന്ത് ചെയ്താൽ മതി, നേരെ നോക്കട്ടോ, ഉറപ്പിക്കുക അവർ. ഇനി ഏജ് ലിമിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു 18 to 36 ആണ്. ഓക്കെ, സാധാരണ നിങ്ങൾക്ക് 18 to 33 വരേണ്ടത്. പക്ഷേ നമ്മുടെ കൊറോണ കാരണം നമുക്ക് കിട്ടിയ റിലാക്സേഷനാണ് 18 to 36 എത്തി. അപ്പോൾ നല്ലൊരു അവസരമാണ്, നിങ്ങളുടെ കൂട്ടുകാർ മാക്സിമം അതിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. OBC ആണെങ്കിൽ നിങ്ങൾക്ക് 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC NCL ആണെങ്കിൽ 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC ST ആണെങ്കിൽ നിങ്ങൾക്ക് 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ നിശ്ചിത ഏജ് റിലാക്സേഷൻ്റെ, PWD ആണെങ്കിൽ 10 മുതൽ 15 വയസ്സ് വരെ ഏജ് റിലാക്സേഷൻ്റെ. പിന്നെ നിങ്ങൾ അപ്രൻറ്റീഷിപ്പ്, റെയിൽവേയിൽ അപ്രൻറ്റീഷിപ്പ് ചെയ്താണെങ്കിൽ അതിൻ്റെ പീരീഡ് ഓഫ് ടൈം കണക്കാക്കിയ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും രീതിയിൽ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ ഫീ ആണ്. അപ്പോൾ ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾ PWD, ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ്മാൻ, SC ST, അതുപോലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആരൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് ധാരാന്നുള്ളതും പറഞ്ഞുതരാം. ഇവർക്ക് എല്ലാവർക്കും 250 രൂപയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫീ അടയ്ക്കേണ്ടത്. അവർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിലേക്ക് 250 എന്ത് ചെയ്യും, റീഫണ്ട് ആവും. നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം, അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, 250 റീഫണ്ട് ആവും. അതല്ലാത്ത ഈ പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടാത്ത മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള മറ്റുള്ള കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 500 രൂപയാണ് ഇനീഷ്യലി പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. പക്ഷേ അവർ എക്സാം എഴുതിയാൽ ഈ 500-ൽ 100 രൂപ റെയിൽവേ പിടിച്ചിട്ട് 400 രൂപ എന്ത് ചെയ്യും, അക്കൗണ്ടിലേക്ക് റീഫണ്ട് നൽകുന്നതാണ്. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ റീഫണ്ട് ഉണ്ടാവുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ മൈനോറിറ്റി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മൈനോറിറ്റീസ് ആരൊക്കെ നമ്മുടെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മുസ്ലിംസ് കാറ്റഗറി ആണെങ്കിൽ അവർക്ക് 250 ഫീ അടച്ചാൽ മതി, അത് ഫുൾ എമൗണ്ട് അവർക്ക് റീഫണ്ട് കിട്ടും. ക്രിസ്ത്യൻ, സിഖ് ഇവർക്കൊക്കെ എന്താണ് 250 അടിച്ചാൽ 250 തിരിച്ച് കിട്ടും. ഓക്കെ,
അപ്പോൾ അവർ ഇതിന് മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഡിക്ലറേഷൻ എന്ന് പറഞ്ഞൊരു അഫിഡവിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. അതിൻ്റെ മാതൃക ഇതിലുണ്ട്, അത് ഞാൻ കാണിക്കാം. അത് നിങ്ങളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയാൽ മതി, നിങ്ങൾ ഈ പറയുന്ന മതത്തിൽ ഏതെങ്കിലും ആയാൽ മതി. മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധിസം, ദെൻ ജൈനീസ് ആൻഡ് ഈ പറയുന്ന മതത്തിൽ നിങ്ങൾ പാർസി ഇതിൽ ഏതെങ്കിലും ആയാൽ മതി. അതിലാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഈ പറയുന്ന ഫീ റിലാക്സേഷൻ കിട്ടും. 250 കൊടുക്കുക, 250 നിങ്ങൾക്ക് റീഫണ്ടും കിട്ടും. അപ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പറിലുള്ള ഒരു അഫിഡവിറ്റ് നമ്മൾ കൊടുക്കണം, മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഡിക്ലറേഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാതൃക അനുബന്ധത്തിലുണ്ട്, അത് ഞാൻ കാണിക്കാം. ഇനി ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആരാന്ന് വെച്ചാൽ വാർഷിക വരുമാനം കൂടെ കാണാൻ പറ്റും 50,000 താഴെയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഏത് കാറ്റഗറി ആയിക്കോട്ടെ, ജനറലോ OBC SC ഇപ്പം ഏത് കാറ്റഗറി ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന റിലാക്സേഷൻ, ഫീ റിലാക്സേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, മറ്റ് പോസ്റ്റ് റിസർവേഷൻ ഒന്നും ഉണ്ടാവില്ല. EBCക്ക് EWS അല്ലാതെ ഇത് EBC ആണ്. EWS എന്ന് പറയുന്നത് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അത് റിസർവ്ഡ് പോസ്റ്റും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. പക്ഷേ EBCക്ക് റിസർവ്ഡ് പോസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, ഫീ റിലാക്സേഷൻ മാത്രമേ അവർക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലൊന്നും പെടാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ സാമ്പത്തികമായിട്ട് 50,000 താഴെ വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ അവർ വാലിഡ് ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാൽ മതി, അവർക്ക് ആ റിലാക്സേഷൻ കിട്ടും. ഇല്ലെങ്കിൽ BPL കാർഡ് മതി രേഖയായിട്ട്. ഇതൊക്കെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് മതി കേട്ടോ. BPL കാർഡ് നിങ്ങൾക്ക് ആ സമയത്തേക്ക് നിങ്ങളെ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പം ഒരു ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള ഉദ്യോഗാർത്ഥി അപ്ലൈ ചെയ്യുമ്പം അവർ ഇനി വേറെ ഈ പറയുന്ന EBCൻ്റെ നോക്കേണ്ട ആവശ്യമില്ല. 50,000 താഴെയാണെങ്കിലും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നിങ്ങളത് ക്ലെയിം ചെയ്തു, മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് 250 അടിച്ചാൽ മതി, വേറെ റിലാക്സേഷനോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി ഇതിലൊന്നും പെടാത്ത ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾക്ക് വാർഷിക വരുമാനം 50,000 താഴെയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഈ സ്കീം ഉപയോഗിച്ചിട്ട് ഫീ റിലാക്സേഷന് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വെറുതെ നമ്മൾ 250 കൊടുത്താൽ മതി, 250 റീഫണ്ടും കിട്ടും. ഇനി ഞാൻ പറഞ്ഞു റെയിൽവേ ആക്ട് അപ്രന്റീസ്ഷിപ്പിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. കാരണം ഇവർക്ക് നമ്മൾ റെയിൽവേയിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 20% പോസ്റ്റ് നമ്മുടെ ഈ പറയുന്ന ഗ്രൂപ്പ് D റിക്രൂട്ട്മെൻറ്റ് വരുമ്പോൾ എന്താണ് അവർക്ക് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾ അപ്രന്റീസ്ഷിപ്പിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു റെയിൽവേയുടെ. പലരും റെയിൽവേയുടെ അപ്രന്റീസ്ഷിപ്പ് ചെയ്ത് ഭയങ്കര പണിയെടുപ്പിക്കലാണെന്നൊക്കെ പറഞ്ഞിട്ട് പലരും കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നമ്മൾ ഗ്രൂപ്പ് Dയിലേക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ഈ പറയുന്ന റെയിൽവേയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സെക്ടറിൽ റെയിൽവേയിൽ നിങ്ങൾ ഈ പറയുന്ന അപ്രന്റീസ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ആ ബെനിഫിറ്റാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ഭാഗത്ത് കണ്ടാൽ മതി, ബാക്കിയുള്ളവർക്ക് കാണണമെന്നില്ല, കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ദ വാക്കൻസീസ് ടു ബി ഫില്ലഡ് ഫ്രം അമംഗ് ദ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസസ് CCAs എന്നാണ് അത് ഷോർട്ടായിട്ട് പറയുന്നത്. ട്രെയിൻഡ് ഇൻ റെയിൽവേ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ആൻഡ് പൊസസിങ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് NAC ഗ്രാൻഡഡ് ബൈ NCVT ഈസ് സെപ്പറേറ്റ്ലി ഇൻഡിക്കേറ്റഡ് ഇൻ വാക്കൻസി ടാബിൾ. കണ്ടോ, വാക്കൻസി ടാബിൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മുടെ വാക്കൻസി ടാബിൾ ഏറ്റവും താഴോട്ടാട്ടോ വരുന്നത്, ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വെസ്റ്റേൺ റെയിൽവേൻ്റെ ആണ്, ഇങ്ങനെ സദേൺ റെയിൽവേൻ്റെ ഉണ്ട്, എല്ലാം ഞാൻ കാണിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ജനറൽ, SC, SC, ST, OBC, EWS ടോട്ടൽ, അത് കഴിഞ്ഞിട്ട് എക്സ് സർവീസ്മാൻ, അത് കഴിഞ്ഞിട്ട് CCA എന്ന് പറഞ്ഞാൽ അപ്രന്റീസ്ഷിപ്പ്, റെയിൽവേയിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്ക് മാറ്റി വെച്ചിരിക്കുന്ന പോസ്റ്റിൻ്റെ നമ്പർ ഓഫ് പോസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, എത്ര എണ്ണം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ 284 പോസ്റ്റ് ടോട്ടൽ 1433 284 പോസ്റ്റ് ആർക്കാണ്, ഈ പറയുന്ന റെയിൽവേയിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്ക്. അതത് നിങ്ങൾക്കിവിടെ കാണാം ഓരോരോ കാറ്റഗറി. ഓക്കെ, അതത് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഉള്ള ടോട്ടൽ റിസർവ്ഡ് വേക്കൻസിയാണ്. ഈ റിസർവ്ഡ് വേക്കൻസിയിലേക്ക് അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കയറാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഓരോ RRBയുടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും CCA എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ള എക്സ് സർവീസ്മാനൊക്കെ കൊടുക്കുന്ന പോലെയുള്ള PWDക്കൊക്കെ റിസർവ് ചെയ്ത് വെക്കുന്ന പോലെയുള്ള സെപ്പറേറ്റ് ആ ഒരു വേക്കൻസി റെയിൽവേയുടെ വേക്കൻസി എന്ന് പറയുന്ന ടാബിളിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, അതാണ് ഞാനിപ്പോൾ കാണിച്ചത്. ദിസ് വിൽ ബി ഇൻ ദ നേച്ചർ ഓഫ്, നിങ്ങൾക്കിവിടെ കാണാം ഹൊറിസോണ്ടൽ റിസർവേഷൻ ആസ് ഇൻ ദ കേസ് ഓഫ് പേഴ്സൺ വിത്ത്
ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ശാരീരിക വൈകല്യങ്ങളുള്ള ഉദ്യോഗാർത്ഥികളാണ് പറയുന്നത് PWD എന്ന് പറയുന്നത്. ദെൻ എക്സ് സർവീസ് മാൻ, അതായത് ഈ പറയുന്ന PWD കാൻഡിഡേറ്റ്സ് അതുപോലെ എക്സ് സർവീസ് മാൻ പോലെ അവർക്ക് റിസർവ് ചെയ്ത് വെക്കുന്ന പോലെ തന്നെയുള്ള രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് ഈ പറയുന്ന CC, അതായത് ഈ പറയുന്ന അപ്രൻറ്റീസ്ഷിപ്പ്, റെയിൽവേയിൽ നിന്ന് നിങ്ങൾ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിലും ഇവിടെ പറയുന്നത് ഇപ്പോൾ PWD അതുപോലെ എക്സ് സർവീസ് മാൻ എന്നുള്ള വേക്കൻസി ഒക്കെ ആണെങ്കിൽ അതത് വേക്കൻസിയിൽ മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. ആ വേക്കൻസിയിലേക്ക് ഈ പറയുന്ന അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ PWDയിൽ നമുക്ക് റെയിൽവേയിൽ ഒരു 10 വേക്കൻസി ഉണ്ട് വിചാരിക്കാം. ആ 10 വേക്കൻസിയിൽ 8 വേക്കൻസിയിലേക്ക് ഈ ശാരീരിക വൈകല്യങ്ങളുള്ള ഉദ്യോഗാർത്ഥികൾ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി 2 വേക്കൻസി എന്നാൽ അവിടെ എന്ത് ചെയ്യും, അത് അങ്ങനെ തന്നെ തുടരും, ഒഴിഞ്ഞു കിടക്കും. അതിലേക്ക് ആരെ വെക്കൂല, മറ്റു കാറ്റഗറിയിൽ നിന്നോ മറ്റു ജനറൽ ലിസ്റ്റിൽ നിന്നോ ആരെയും എന്ത് ചെയ്യില്ല, അതിലേക്ക് പോസ്റ്റ് ചെയ്യില്ല. അത് ബാക്ക്ലോഗ് വേക്കൻസി ആയിട്ടാണ് വരിക. ഓക്കെ, അടുത്ത റിക്രൂട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അത് ഫില്ല് ചെയ്യും. അതല്ലാതെ ഈ പറയുന്ന PWDൻ്റെ വേക്കൻസിയിലേക്ക് ഒരിക്കലും 10 വേക്കൻസിൻ്റെ 10 PWD വേക്കൻസിയാണ്, അതൊരിക്കലും മറ്റുള്ള കാറ്റഗറിക്ക് എന്ത് ചെയ്യാൻ അനുവദിക്കുന്നില്ല. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പം നിങ്ങൾ ഈ പറയുന്ന അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ അവൈലബിലിറ്റി കുറവാണെങ്കിൽ, ഇപ്പോൾ 100 വേക്കൻസി ഉണ്ട് വിചാരിക്കാം, 100 വേക്കൻസിയിൽ 80 വേക്കൻസിയിലേക്ക് എന്തേ ഉള്ളൂ, അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന 20 വേക്കൻസിയിലേക്ക് എന്ത് ചെയ്യും, ജനറൽ ലിസ്റ്റിൽ നിന്നും ആ മെയിൻ ലിസ്റ്റിൽ നിന്നും എന്ത് ചെയ്യും, ഉദ്യോഗാർത്ഥികളെ ഈ സീറ്റിലേക്ക് എന്ത് ചെയ്യും, പോസ്റ്റ് ചെയ്യും. അതല്ലാതെ അവർക്ക് ഈ പറയുന്ന PWD റിസർവേഷൻ പോലെ അതെന്ത് ചെയ്യില്ല, അവർക്ക് തന്നെ എന്നുള്ള ലെവലിലേക്ക് ഈ പറയുന്ന, അതായത് ഇങ്ങനെ ഞാൻ പറയുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്നായിരിക്കുന്നു. അപ്പം അവരിപ്പം 100 ഉദ്യോഗാർത്ഥികൾ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 ആളെ എടുക്കും. ഓക്കെ, ഇനി 100 ആളെ കിട്ടാനില്ലെങ്കിൽ, 100 വേക്കൻസിയിലേക്ക് 100 ഉദ്യോഗാർത്ഥികളെ കിട്ടാനില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യും, അവർ ഈ പറയുന്ന മെയിൻ ലിസ്റ്റിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് അവരെന്ത് ചെയ്യും, ഈ പറയുന്ന പോസ്റ്റ് ഫില്ല് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അവർ അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യില്ല, അത് മാറ്റി വെച്ച് റിസർവേഷൻ PWDക്ക് കൊടുക്കുന്ന പോലെ കൊടുക്കില്ല. ബാക്ക്ലോഗ് വേക്കൻസി ആയിട്ട് അതൊരിക്കലും വരില്ല എന്നുള്ളതാണ് അത് തമ്മിലുള്ളൊരു വ്യത്യാസം. ബാക്കിയെല്ലാം എന്താണ്, എങ്ങനെയാണോ ഈ പറയുന്ന PWDക്ക് എക്സ് സർവീസിനൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ വേക്കൻസി ടേബിളിൽ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്താ കണ്ടീഷൻ എന്ന് വെച്ചാൽ, അത് ഫില്ലായിട്ടില്ലെങ്കിൽ, അതിലേക്ക് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികളെ കിട്ടിയിട്ടില്ലെങ്കിൽ ആ വേക്കൻസി എന്ത് ചെയ്യും, മറ്റു കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾ അതിലേക്ക് എടുക്കുന്നതാണെന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി, അതായത് അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് തന്നെയാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ എല്ലാത്തിൻ്റെയും കട്ട് ഓഫ് ഡേറ്റിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ആണ് 22/2/2025. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റിലേക്ക് നമ്മൾ അപ്രൻറ്റീസ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ നമ്മളിതിൽ മാർക്കൊക്കെ എൻ്റർ ചെയ്യണം. അപ്പോൾ അത് പോസിബിൾ അല്ല. അതായത് 22/2 ഉള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് വരികയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്രൻറ്റീസ്ഷിപ്പ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യാം. നമ്മളെ കയ്യിൽ എന്താണ് അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ മാർക്കൊക്കെ എൻ്റർ ചെയ്യണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇപ്പം നിങ്ങൾ എന്താണ് സദേൺ റെയിൽവേയിലാണ് അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്ത് വിചാരിക്കുക. അപ്പോൾ സദേണിലേക്ക് മാത്രം ഒന്നല്ല അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് RRBയിൽ ഏത് RRBയിലേക്ക് വേണമെങ്കിലും ഏത് സെക്ടറിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്, എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമായിരിക്കാം മേ ബി. അപ്പോൾ ഇവിടെ കാണാം എങ്ങനെയാണ് നമുക്ക് ഈ വെയിറ്റേജ് കിട്ടുന്നത്, എങ്ങനെയാണ് ഈ മാർക്ക് നമുക്ക് റെയിൽവേ തരുന്നത് എന്നുള്ളതാണ്, എങ്ങനെയാണ് നമുക്ക് ഈ പോസ്റ്റിലേക്ക് നമ്മൾ എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ദ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രൻറ്റീസസ് വിൽ ബി ഗിവൺ ഡ്യൂ വെയിറ്റേജ് ഫോർ ദ മാർക്സ് ഒബ്റ്റൈൻഡ് ഇൻ നാഷണൽ കൗൺസിൽ ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ് എക്സാമിനേഷൻ സച്ച് ദാറ്റ് 1/3 of the നിങ്ങൾക്കിവിടെ കാണാം 1/3 of the marks in preparation of the final merit list after conducting of CBT shall be based on the marks obtaining in National Council of Vocational Training Examination. അതായത് നമ്മൾ ഈ പറയുന്ന റെയിൽവേയിൽ അപ്രൻറ്റീസ്ഷിപ്പ് പീരീഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന അപ്രൻറ്റീസ്ഷിപ്പ് എക്സാമിനേഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ കിട്ടിയിരിക്കുന്ന മാർക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു കുട്ടിയുടേത് നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക്, ഇപ്പോൾ NCVT കിട്ടിയിരിക്കുന്ന മാർക്ക്, അപ്രൻറ്റീസ്ഷിപ്പിൽ കിട്ടിയിരിക്കുന്ന മാർക്ക് 75 എടുക്കണം, മാർക്ക് 75. ഓക്കെ, ഈ 75 മാർക്ക് എടുക്കുമ്പോൾ ഇവിടെ കാണാം. ഓക്കെ, 75 മാർക്ക് ഞാൻ എടുക്കണം. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറെ ഇതിൽ എഴുതിയിട്ട് കാണിക്കാം നിങ്ങൾക്ക്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാം അവിടെ. ഓക്കെ, ഇവിടെ ഇവിടെ കാണാം ഒരു കുട്ടിക്ക് ഇപ്പോൾ 75 മാർക്ക് കിട്ടി, 75 മാർക്ക്. ഓക്കെ, നമുക്ക് അപ്രൻറ്റീസ്ഷിപ്പിലാണ് ഈ പറയുന്ന അപ്രൻറ്റീസ്ഷിപ്പ് നമ്മൾ എക്സാം എഴുതിയ സമയത്ത് NCT എക്സാമിനേഷൻ കഴിഞ്ഞാൽ മതി 75 മാർക്ക് കിട്ടി വിചാരിക്കാം. ഓക്കെ, അതിൻ്റെ 1/3 എടുക്കും. 1/3 പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 75ന് 1/3 1/3 × 75. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ പറഞ്ഞാൽ 1 × 75 നിങ്ങൾക്ക് കാണാം 75 തന്നെ. ദെൻ 75 ഡിവൈഡഡ് ബൈ നിങ്ങൾക്ക് കാണാം 3 എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 25 ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 25 ആണ്. ഓക്കെ, ഈ 25 മാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ CBT എക്സാം അപ്പോൾ 1/3 എന്ന് പറയുമ്പോൾ CBTക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം
ഇവിടെ 2/3 ആയിരിക്കും. അതൊരു നോർമലൈസേഷനാണ് ശരിക്കും 2/3. ഇപ്പോൾ CBT എക്സാമിനേഷന് നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടോട്ടൽ ഇപ്പോൾ നമുക്കൊരു 60 മാർക്ക് കിട്ടിയിരിക്കാം. അപ്പോൾ 60ൻ്റെ 2/3 എടുക്കും. ഓക്കെ, 60ൻ്റെ 2/3 എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഏകദേശം 40. നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 40 ഇതിൻ്റെ കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ 40ഉം നിങ്ങൾക്കിവിടെ കാണാം, ഈ 25ഉം. അപ്പോൾ ഇതെല്ലാവർക്കും ഇതേ സെയിം ഫോർമുല ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യും, കയറിപ്പോവും. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന നമുക്ക് അപ്രൻറ്റീഷിപ്പിൽ മാക്സിമം മാർക്ക് നമ്മൾ സ്കോർ ചെയ്തു, നമ്മുടെ CBTയിലും അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഇതിൻ്റെ കട്ട് ഓഫ് വേറെ തന്നെ ആയിരിക്കും. CCA അതായത് അപ്രൻറ്റീഷിപ്പിൻ്റെ കേട്ടോ, അവർക്കുള്ള വേറെ തന്നെയാണ്. കാരണം വേറെ സെപ്പറേറ്റ് റിസർവ്ഡ് പോസ്റ്റ് ആയതുകൊണ്ട് വേറെ തന്നെ ആയിരിക്കും അതിൻ്റെ കട്ട് ഓഫ് വരിക, ഈ പറയുന്ന PWD ഒക്കെ വരുന്ന പോലെ. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇപ്പോൾ ടോട്ടൽ എത്ര മാർക്കായി, 65ആയി. 25ഉം പ്ലസ് ഈ 25ഉം കൂട്ടും പ്ലസ് 40ഉം കൂട്ടിയാൽ 65 മാർക്കായി. ഓക്കെ, അപ്പോൾ CBTയിൽ ഈ കുട്ടി കിട്ടിയിരുന്നത് 60 മാർക്കാണ്. ഓക്കെ, അപ്പോൾ അതിനോട് എന്ത് ചെയ്തു, ഈ അവരുടെ അപ്രൻറ്റീഷിപ്പിൻ്റെ കൂടെ കൂട്ടിയ സമയത്ത് എന്ത് ചെയ്തു, 65 കിട്ടി. ഇനി വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇതിൻ്റെ വേറൊരു രീതിയാണ്. അതായത് ഇപ്പോൾ CBTയിൽ നല്ല മാർക്ക് കുറഞ്ഞു. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇതിൽ നമുക്ക് 75 ഉണ്ട് വിചാരിക്കാം. 75 ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് 75ൻ്റെ 1/3 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 25 ഉണ്ട് വിചാരിക്കാം. ഈ 25 ഇവിടെ ഉണ്ട്. അതോടൊപ്പം CBTയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് ഇവിടെ കാണാം. നമുക്ക് CBTയിൽ നമുക്ക് 10 മാർക്കാണ് കിട്ടിയായിരിക്കാം. ഓക്കെ, അപ്പം 10ൻ്റെ 2/3 എടുക്കണം നമ്മൾ. അപ്പം 2/3 × 10. ഓക്കെ, അപ്പം നമുക്ക് ഏകദേശം ഒരു 6 something കിട്ടും. 6.66 ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ഇപ്പം നിങ്ങൾ നോക്കൂ മാർക്ക്. അപ്പോൾ ഈ 6.66നോട് നമ്മൾ എന്ത് ചെയ്യും, 25 പ്ലസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടോ, CBTയിൽ മാർക്ക് കുറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ അപ്രൻറ്റീഷിപ്പിൽ അത്യാവശ്യം ഒരു മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം. ഇതിപ്പോൾ എത്ര മാർക്കാവും, നമുക്കത് ടോട്ടൽ അതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് 31.66 എന്നുള്ളതിലേക്ക് വരും. ഓക്കെ, 31.66 എന്നുള്ളതിലേക്ക് വരും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ അത് നോർമലൈസേഷനാണ്. അപ്പോൾ നോർമലൈസേഷൻ ചെയ്തതിന് ശേഷമുള്ള സ്കോർ ഇതൊക്കെ നിങ്ങൾക്ക് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇനി റെയിൽവേയിൽ ആരെങ്കിലും അപ്രൻറ്റീഷിപ്പ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഇനിയും വിളിക്കും. ആ സമയത്തൊക്കെ നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ചെയ്യുക. ഇതാണ് നമുക്ക് ഗ്രൂപ്പ് ഡിയിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോഴെങ്കിലും നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പോസിബിളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു നോർമലൈസേഷൻ വരുന്നത്. ഈ രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്നത്. അങ്ങനെയാണ് നമുക്കിതിലേക്കുള്ള ആ ഒരു റിസർവ്ഡ് പോസ്റ്റ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ലൈവൊക്കെ വരാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ലൈവ് നമുക്ക് വെക്കാവുന്നതാണ്. ഈ നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു ദിവസം പെട്ടെന്ന് തന്നെ ഈ ഒരു വീക്കിൽ തന്നെ നമുക്ക് ലൈവൊക്കെ വെക്കാവുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പം നമ്മൾ ആഡ് ചെയ്ത സമയത്ത് നമുക്ക് NCVT സ്കോറും നമ്മുടെ CBT സ്കോറും തമ്മിൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ 2 രീതിയിൽ കണ്ടു. അതായത് CBTയിൽ വളരെ കുറവും നമുക്ക് NCVT നമുക്ക് കൂടിയതും എന്നുള്ളത് എടുത്തു. അതുപോലെ നമുക്കിത് നോർമലൈസേഷൻ്റെ സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് CBTയിലും നമ്മുടെ ഈ പറയുന്ന NCVTയും പാടെ നമ്മൾ പ്ലസ് ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്ന CBTയിൽ കിട്ടിയത് ഇപ്പം എനിക്ക് CBTയിൽ 60 കിട്ടിയത് വിചാരിക്കാം. അപ്പോൾ എനിക്ക് ഈ പറയുന്ന നോർമലൈസേഷനിൽ ഞാൻ ഇട്ടപ്പം എനിക്ക് 55 ആയിപ്പോയി. നോർമലൈസേഷനിൽ ഇട്ടപ്പോൾ 55 ആയിപ്പോയി. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിലേറ്റവും ബെസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അതന്നെ ആയിരിക്കും അവിടെ നിലനിർത്തുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഏറ്റവും നിങ്ങളെ ഉയർന്ന സ്കോർ ഏതാണോ അതന്നെ ആയിരിക്കും നമുക്ക് അവിടെ നിലനിർത്തുക. ഓക്കെ, അപ്പോൾ അവിടെ കാണാം, ഇൻ സിറ്റുവേഷൻസ് വെർ ദ മാർക്സ് ഒബ്റ്റൈൻഡ് ആഫ്റ്റർ ആഡിങ് NCVT സ്കോർ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ മാർക്സ് ഒബ്റ്റൈൻഡ് ഒറിജിനലി ഇൻ CBT. ആ CBTയിൽ നമ്മൾ നേടിയിരിക്കുന്ന മാർക്കിനേക്കാൾ താഴെ പോയിട്ടുണ്ടെങ്കിൽ NCVT മാർക്ക് നമ്മൾ ഈ പറയുന്ന നോർമലൈസേഷനിലൂടെ ആഡ് ചെയ്തിട്ടും നമുക്ക് CBTനേക്കാൾ താഴോട്ട് മാർക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ CBTയിൽ കിട്ടിയിരിക്കുന്ന ഉയർന്ന മാർക്ക് തന്നെ അവിടെ എന്ത് ചെയ്യും, നിലനിർത്തും എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ പറയുന്നത്. അതിൽ ഏറ്റവും ബെസ്റ്റ് മാർക്ക് ഏതാ വെച്ചാൽ അതന്നെ ആയിരിക്കും നമുക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ വലിയ പ്രശ്നമില്ല. പിന്നെ അപ്രൻറ്റീഷിപ്പ് ചെയ്തവർക്ക് മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. കണ്ടോ, അപ്രൻറ്റീഷിപ്പ് ദ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രൻറ്റീഷിപ്പ് നിങ്ങൾ റെയിൽവേന്ന് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് ഇതിൽ സെലക്ഷൻ്റെ ഭാഗമായിട്ട്. അത് നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം
ആ ഒരു സ്കീം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കണം. അങ്ങനെ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തവരാണെങ്കിൽ യെസ് എന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ് ഞാൻ പറയാം. നിങ്ങൾക്കിവിടെ കാണാം. ആദ്യം വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കണ്ടോ. ഇത് നിങ്ങൾക്ക് അപ്രൻറ്റീസ്ഷിപ്പ് റെയിൽവേയിൽ അപ്രൻറ്റീസ്ഷിപ്പ് പൂർത്തിയാക്കിയവർക്ക് ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവില്ല. അവർക്ക് നേരെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ് പിന്നെ ഉണ്ടാവുക. അല്ലാത്തവർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും. അതെന്താണെന്ന് ഞാൻ പറയാം. പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. ഈ കമ്പ്യൂട്ടർ ബേസിൻ്റെ സ്കീമൊക്കെ കൊടുത്തതിനും കൂടെ കാണാം. ജനറൽ സയൻസ്, മാത്സ്, അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫെയർ, അങ്ങനെ 100 മാർക്കാണ് ടോട്ടൽ മാർക്ക്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ വഞ്ചിതരാകാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. കാരണം നല്ല ഫീ ഒക്കെ വാങ്ങുന്നവരും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു സ്ഥാപനത്തിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക. നല്ല ബുക്കുകൾ വാങ്ങി നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് ഉള്ളവർക്ക് കേട്ടോ അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും തെറ്റായി കഴിഞ്ഞാൽ 1/3. ദെൻ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൽ സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാത്തമാറ്റിക്സിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് വെച്ചാൽ ബോർഡ് മാസ്, ഡെസിമൽ, ഫ്രാക്ഷൻ, LCM, HCF തുടങ്ങിയിട്ടുള്ള റേഷ്യോ, പ്രൊപ്പോർഷൻ, ഇങ്ങനെ നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ നോക്കിയിട്ട് ഈ ലെവലിൽ നിങ്ങൾ ടോപ്പിക്ക് കവർ ചെയ്ത് പോയാൽ മതി. അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ സയൻസ് വരുന്നുണ്ട്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫെയർ വരുന്നുണ്ട്. നമ്മുടെ ആപ്പിൽ എന്തെങ്കിലും ചെറിയ മെറ്റീരിയൽസ് എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പ്ലേ സ്റ്റോറിൽ GeoCL Eduland അടിച്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കട്ടോ. ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞു. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലും കൂടെ കാണാം 35 കിലോഗ്രാംസ്. ഇപ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 35 കിലോഗ്രാംസ് വെയിറ്റ് എടുത്തിട്ട് നമ്മൾ 100 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡിസ്റ്റൻസിലേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, അതാണ് ഒന്നാമത്തെ ടാസ്ക്. രണ്ടാമത്തെ ടാസ്ക് 1000 മീറ്റർ നിങ്ങൾ 4 മിനിറ്റും 15 സെക്കൻഡ് കൊണ്ടും ഓടി എത്തണം എന്നുള്ളതാണ് രണ്ടാമത്തെ ടാസ്ക്. ദെൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 20 കിലോഗ്രാംസ് 100 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് ക്യാരി ചെയ്ത് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി അവർക്ക് ഓട്ടം എന്ന് പറയുന്നത് 1000 മീറ്റർ 5 മിനിറ്റും 40 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തിയാൽ മതി. ഇനി നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ്. 50 KB 100 KB ഇടയിലായിരിക്കണം ഫയൽ സൈസ്. റീസെൻ്റ് ആയുള്ള ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. വൈറ്റ് ആണ് ഏറ്റവും നല്ലത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഡ്രസ്സിൻ്റെ കളറ് ഡാർക്ക് കളർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 2 മാസത്തിൻ്റെ ഉള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഡയമെൻഷൻ 320x240 പിക്സൽ ഡയമെൻഷൻ വേണം. JPG ഫോമാറ്റ് ആയിരിക്കണം. 100 DPI വേണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈസി ടൂൾ ഉണ്ട്. ഈസി ടൂളിൽ കുറേ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഫോട്ടോ എഡിറ്റർ ഉണ്ട്, യൂസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ ഉറപ്പ് വരുത്തണം നിങ്ങൾ അതിൻ്റെ ഔട്ട് കിട്ടുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത്. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ലിങ്കൊക്കെ ഞാൻ പറഞ്ഞുതരാം നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള. അതോടൊപ്പം തന്നെ 50 KB 100 KB ഫയൽ സൈസ്. പിന്നെ ഫോട്ടോ എടുക്കുന്ന മൊബൈൽ ഉപയോഗിച്ചിട്ടൊന്നും എടുക്കാൻ പാടില്ല. അത് റിജക്റ്റ് ചെയ്യുന്ന പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഫോട്ടോ ഫ്രെയിമിൽ 50% നമ്മുടെ ഫേസ് കവർ ചെയ്യുന്ന രീതിയിൽ ആയിരിക്കണം. നമ്മൾ 50% നമ്മുടെ ഫേസ് ഓക്യുപ്പൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഫോട്ടോ എടുക്കേണ്ടത്. ഇതൊക്കെ നിങ്ങൾ സ്റ്റുഡിയോയിൽ പോയി പറഞ്ഞാൽ അവർ അതിനനുസരിച്ച് ക്യാമറ സെറ്റ് ചെയ്ത് എടുത്തരും. പിന്നെ നമ്മൾ ഈ സ്കാൻഡ് സിഗ്നേച്ചറാണ് 30 KB 50 KB വൈറ്റ് പേപ്പറിൽ നിങ്ങൾക്കിവിടെ കാണാം. വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പേന കൊണ്ടാണ്. ബ്ലൂ പറ്റില്ല, ബ്ലാക്ക് ഇങ്ക് കേട്ടോ. ഓക്കെ, 140x60 പിക്സലായിരിക്കണം ഡയമെൻഷൻ. 50 ഓക്കെ അല്ലെങ്കിൽ mm. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡയമെൻഷൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫോട്ടോ എഡിറ്ററിൽ പോയിട്ട് GeoCL ഈസി ടൂളിൽ പോയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി SC/ST സർട്ടിഫിക്കറ്റ്, SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, പിന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ്, പിന്നെ PWD തന്നെ മറ്റു സ്ക്രൈബിനെ വെക്കുന്നവർ, അതായത് എക്സാം എഴുതാൻ സഹായം വെക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമാറ്റൊക്കെ ഇതിലുണ്ട്. അത് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്ത് കാണിക്കണം അതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഓക്കെ, ഇനി SC/ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് മാതൃകയൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ എന്താണ് റിക്രൂട്ട്മെൻറ്റ് പോർട്ടലിലും ഉണ്ട് കേട്ടോ. റിക്രൂട്ട്മെൻറ്റ് പോർട്ടലിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഡൗൺലോഡ് ഫോംസ് എന്നുള്ള ഇവിടെ കാണാം. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാറ്റഗറി ഇവിടെ കാണാം 8/2024 ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാം. ഫോർമാറ്റ് ഓഫ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എല്ലാം അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, ഇതിൽ ഫോർമാറ്റ് OBC സർട്ടിഫിക്കറ്റ്, സെൽഫ് ഡിക്ലറേഷൻ OBCയുടെ, AWS കാൻഡിഡേറ്റ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസിൻ്റെ, അങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സർട്ടിഫിക്കറ്റ് മാതൃകകൾ ഇതിലുണ്ട്. നിങ്ങൾ അതത് കാൻഡിഡേറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ വന്നിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അതത് സെയിം ഫോർമാറ്റ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കമ്പ്യൂട്ടറൈസ്ഡ് നിങ്ങളുടെ ചോയ്സാണ്. അത് ഞാൻ ഒരിക്കലും ഗ്യാരണ്ടി പറയുന്നില്ല. കാരണം അത് ചെറിയ വ്യത്യാസമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസ് നമ്മുടെ ചാനലിലൊക്കെ കയറി കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ ആണെങ്കിൽ ലൈവായിട്ട് വന്നിട്ട് അതിൻ്റെ ഡൗട്ട് ക്ലിയർ ഒക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ മാതൃകകൾ എല്ലാത്തിൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. OBCൻ്റെ ഒക്കെ OBC ആണ്, ഇതാണ് സെയിം മാതൃകയുടെ സെയിം മാതൃക വേണം. പിന്നെ OBC കാൻഡിഡേറ്റ്സ് ഒരു സെൽഫ് ഡിക്ലറേഷൻ പാടെ പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യേണ്ട കേട്ടോ. അതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് നിങ്ങൾ തന്നെ സൈൻ ചെയ്യേണ്ടതാണ്. ഓക്കെ,
അപ്പോൾ അതല്ലാതെ നമ്മൾ വേറെ എവിടെയും ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ എവിടെയെങ്കിലും നമ്മൾ ഇഷ്യൂ ചെയ്ത് വാങ്ങേണ്ടതല്ല. നമ്മൾ തന്നെ ഒരു ഡിക്ലറേഷൻ കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ, അതായത് നമ്മുടെ OBC NCLൻ്റെ കൂടെ നമ്മൾ താലൂക്കിൽ നിന്ന് വാങ്ങുന്ന ഈ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മളെ കയ്യിൽ ഉണ്ടാവേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ ഓൺലൈൻ അപേക്ഷയുടെ മുന്നേ നിങ്ങളുടെ കയ്യിൽ വേണം ഈ സർട്ടിഫിക്കറ്റ് വേണം കേട്ടോ. OBC ആണെങ്കിലും SC/ST ആണെങ്കിലും അതായത് വാലിഡ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഓൺലൈൻ അപേക്ഷ ലാസ്റ്റ് ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കയ്യിൽ വാലിഡ് ആയുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. EWS ആണെങ്കിലും ഏതാണെങ്കിലും. ഇനി നമ്മളിതിൻ്റെ വേക്കൻസിയിലേക്കാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതിപ്പോൾ വെസ്റ്റേൺ റെയിൽവേൻ്റെ വേക്കൻസിയാണ്. അങ്ങനെ ഇതിപ്പോൾ ടോട്ടൽ 1433 അങ്ങനെ ഓരോന്നും. ഇപ്പോൾ CCAൻ്റെ വേക്കൻസി ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ ചെന്നൈൻ്റെ വേക്കൻസി കാണിക്കാം. സദേൺ റെയിൽവേ നിങ്ങൾക്ക് ഇവിടെ കാണാം ചെന്നൈ വേക്കൻസി. അപ്പോൾ നിങ്ങൾക്ക് ഏതിലേക്കാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും ഒരു RRB ചൂസ് ചെയ്യാം. ഒന്നിലധികം RRBയിലേക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കാണാം CCAൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്രൻറ്റീഷിപ്പ് ഉള്ളവർക്ക് 540 വേക്കൻസി. ആകെ മൊത്തം 2694 വേക്കൻസി ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ സദേൺ റെയിൽവേ കൊടുക്കുകയാണെങ്കിൽ ഇതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ചെന്നൈ ആണ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ, RRB. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സാണ്. ഇതിലെല്ലാത്തിൻ്റെയും വിവിധ RRB RRCൻ്റെ ഒക്കെ ഇതിലുണ്ട്. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷന് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനൊക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പേജിലേക്കാണ് വരിക. ഇവിടുന്ന് ഇത് നമ്മുടെ വെബ്സൈറ്റാണ്, ഹോം പേജാണ്. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ, റെയിൽവേ ജോബ്സ് ആണ് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, ഇതിലൊക്കെ ഉണ്ട്, ലേറ്റസ്റ്റ് ജോബ്സിലൊക്കെ കാണാം. ഓക്കെ, നിങ്ങൾ നോക്കിയിട്ട് എടുക്കാം. റെയിൽവേ ജോബ്സിലാണെങ്കിൽ മുകളിൽ തന്നെ ഉണ്ട് ഇവിടെ ഗ്രൂപ്പ് D എന്ന് പറഞ്ഞിട്ട് കൂടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റീഡ് മോറിൽ ക്ലിക്ക് ചെയ്താൽ, ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഫോൾഡർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം കേരള ജോബ്സ്, റെയിൽവേ ജോബ്സ്, അങ്ങനെ അതിലൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഗ്രൂപ്പ് D എന്ന് ഇവിടെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ക്ലിക്ക് ചെയ്യാം, റെയിൽവേ ഗ്രൂപ്പ് D റിക്രൂട്ട്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ ഇവിടെ കാണാം നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. നിങ്ങൾ കാണിക്കാം, ഓപ്പൺ ആക്കാം. അങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്കാണ് വരിക. ഈ പേജിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി നിങ്ങൾ ALPO ടെക്നീഷ്യനോ മറ്റേതെങ്കിലും NTPC ഏതെങ്കിലും അപ്ലൈ ചെയ്തവരാണെങ്കിൽ ഓൾറെഡി ഹാവ് എൻ അക്കൗണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ പറയുന്ന ഇത് കൊടുക്കുക, മെയിൽ ID കൊടുക്കുക നിങ്ങൾ. ഓക്കെ, മെയിൽ ID കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിൽ ലോഗിൻ ചെയ്യാം. അങ്ങനെ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഓൺലൈൻ അപ്ലിക്കേഷൻ എന്നുള്ളത്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും, ഇത് ക്ലിക്ക് ചെയ്താലും മതി. എന്നിട്ട് നമ്മളിതാ ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന 2 ഉണ്ട്. അതായത് ഈ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറി ഉണ്ട്. അതിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് കുറച്ച് മുന്നേ വന്ന നോട്ടിഫിക്കേഷനാണ്. ഇത് ഫെബ്രുവരി 6 വരെയുള്ളൂ. ഇതിൻ്റെയൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ചെയ്തിട്ടില്ല, കാരണം ഇതിലധികവും മറ്റു രീതിയിലുള്ള പോസ്റ്റുകളായതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ടീച്ചിങ് പോസ്റ്റുകൾ അങ്ങനെയുള്ള പോസ്റ്റുകൾ അതിൽ. അപ്പോൾ നമ്മൾ ഇത് ഗ്രൂപ്പ് D വരുന്നത് നിങ്ങൾക്ക് കൂടെ കാണാം ലെവൽ 1 7th CPC കൂടെ കാണാം. ലെവൽ 1 ഫസ്റ്റ് നിങ്ങൾക്ക് കൂടെ കാണാം. കാറ്റഗറി നമ്പർ 8/2024. ഇവിടെ നമ്മൾ ചെന്നൈ സെലക്ട് ചെയ്യാം. മീൻസ് നിങ്ങൾ സാധാരണ ആണെങ്കിൽ ചെന്നൈയാണ് സെലക്ട് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ വേറെ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ നിലവിൽ ഡീബാർ ചെയ്യപ്പെട്ടിട്ടൊന്നും ഇല്ല എന്നുള്ളത് ഡിക്ലറേഷൻ കൊടുക്കുക, നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ആധാർ നിങ്ങൾ വെരിഫൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആധാർ വെച്ച് വെരിഫൈ ചെയ്യണം. എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ അങ്ങനെ ഫില്ല് ചെയ്ത് പോകണം. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിങ് എനിക്ക് തോന്നുന്നു വേറെ സെപ്പറേറ്റ് ചെയ്യാം, കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ലെങ്ത്ത് കൂടാൻ സാധ്യതയുണ്ട് നമ്മുടെ വീഡിയോയുടെ. അപ്പോൾ നാളെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇതാവുമ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് യൂസ്ഫുൾ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇവിടെ നിന്ന് അങ്ങോട്ടും രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അതോടൊപ്പം ഞാൻ ഇതിലെങ്ങനെ ലോഗിൻ ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ. അതിൻ്റെ വീഡിയോസും ഫുൾ വീഡിയോസ് ആയിരിക്കും നമ്മൾ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതിലെങ്ങനെയാണ് നമ്മളിതാ ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ടീമുണ്ട്, അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് കോൺടാക്ട് അവർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീം എന്ന് പറഞ്ഞിട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അയച്ചു തരാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ചെയ്യും. അതിന് സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ നല്ല റാങ്ക് ഫയൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആമസോൺ ലിങ്കുകൾ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാം, ആ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട്. ഓക്കെ, നിങ്ങളുടെ കമൻറ്റൊക്കെ രേഖപ്പെടുത്താം. താങ്ക് യു.